ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കേരളത്തിലെ വാസ്തുവിദ്യയുടെ തലസ്ഥാനമായി ആറന്മുളയെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വാസ്തുവിദ്യാ ഗുരുകുല അങ്കണത്തിലെ ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ പൊതുസൌകര്യ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗതമായ കലാരൂപങ്ങളും കലാപ്രവർത്തനങ്ങളും നടത്തുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെയുള്ള വരുമാനത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. കലാകേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നവ വിപണനം നടത്തുന്നതിനാണ് പൊതുസൌകര്യ വിപണന കേന്ദ്രങ്ങൾ തുറക്കുന്നത്. ശബരിമലയിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന ഭസ്മക്കുളത്തിനും കാനനം ഗണപതി മണ്ഡപത്തിനും തറക്കല്ലിട്ടു. തന്ത്രി കണ്ഠരര് രാജീവര്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്നാണ് ഭസ്മക്കുളത്തിന് തറക്കല്ലിട്ടത്. സന്നിധാനത്തെ മൂന്നാമത്തെ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ക്ഷേത്രത്തിന് മുൻഭാഗത്തായി മീനരാശിയിലാണ് കുളം നിർമ്മിക്കുക. മകരജ്യോതി, ശബരി ഗസ്റ്റ് ഹൌസുകൾക്ക് സമീപമായാണ് പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നത്. ആദ്യം ഇപ്പോഴത്തെ ഫ്ളൈ ഓവർ നിന്നിരുന്ന സ്ഥലത്തായിരുന്നു ഭസ്മക്കുളം. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാനം മാറ്റി നിലവിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഈ പ്രദേശം വളരെ താഴ്ന്നതായതിനാൽ വലിയ തോതിൽ മാലിന്യം നിറയുന്നതായുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കുന്നത്. സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിക്ക് മുകൾ വശമുള്ള എൻട്രി പോയിന്റിലേക്കാണ് ഗണപതി വിഗ്രഹം മാറ്റി സ്ഥാപിക്കുന്നത്. പൂർണ്ണമായും ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ നിരീക്ഷണത്തോടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. കയർ ഭൂവസ്ത്ര വിതാന പദ്ധതി നിർവഹണ പുരോഗതിയിൽ സംസ്ഥാനത്ത് രണ്ടാമതെത്തി പത്തനംതിട്ട ജില്ല. പരിസ്ഥിതി പരിപാലന ഗുണങ്ങളാണ് ഭൂവസ്ത്രത്തിന്റെ മുഖ്യ സവിശേഷത. കയർ കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പും തൊഴിലുറപ്പ് പദ്ധതിയുടെ സംസ്ഥാന മിഷനുമായി ചേർന്ന് നീർത്തടങ്ങളുടെ പ്രകൃതി സൌഹൃദ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയിലൂടെ തോടുകൾ, കുളങ്ങൾ തുടങ്ങിയവയുടെ പാർശ്വഭാഗം സംരക്ഷിക്കുന്നതിനും കയ്യാലകൾ, താങ്ങുഭിത്തികൾ, റോഡ് നിർമ്മാണം എന്നിവയിലും കയർ ഭൂവസ്ത്ര വിതാനം ഉപയോഗപ്പെടുത്തി വരുന്നു. ജില്ലയിലെ ആറന്മുള പഞ്ചായത്തിലെ പമ്പാ നദിയിലേക്ക് പതിക്കുന്ന കോഴിത്തോട് നീർത്തടത്തിന്റെ സംരക്ഷണമാണ് പുരോഗമിക്കുന്നത്. നാൽക്കാലിക്കൽ, ആറന്മുള കിഴക്ക്, കിടങ്ങന്നൂർ വാർഡുകളിൽ പദ്ധതി പൂർത്തിയായി. ജില്ലാ പോലീസ് മേധാവിയായി S. സുജിത് ദാസ് ചുമതലയേറ്റു. തീവ്രവാദ വിരുദ്ധ വിഭാഗം എറണാകുളം SP ആയിരുന്നു. കോട്ടയം മുട്ടമ്പലം സ്വദേശിയായ സുജിത് ദാസ് 2015 ബാച്ച് IPS ഓഫീസറാണ്. മുൻപ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. കസ്റ്റംസ് ഇൻസ്പെക്ടറായി ജോലി നോക്കിയിട്ടുണ്ട്. അന്വേഷണ മികവിനുള്ള പ്രസിഡന്റ് മെഡൽ 2021 കരസ്ഥമാക്കിയിട്ടുമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് മദ്യം, മയക്കുമരുന്ന്, നിരോധിത പുകയില ഉത്പന്നം തുടങ്ങിയവയുടെ ഉത്പാദനവും വിപണനവും കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ എക്സൈസ് വകുപ്പ് വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എക്സൈസ് കൺട്രോൾ റൂം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പരാതികളിലും രഹസ്യ വിവരങ്ങളിലും അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ജില്ലയിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകൾ, സംശയാസ്പദമായ സാഹചര്യത്തിൽ നടപടിയെടുക്കുന്നതിനായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക ഇന്റലിജൻസ് ടീം, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ വിപണനം നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി ഷാഡോ എക്സൈസ് ടീം എന്നിവയെ നിയോഗിച്ചിട്ടുണ്ട്. മദ്യ ഉൽപാദന വിപണന കേന്ദ്രങ്ങളിലും വനപ്രദേശങ്ങളിലും പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത റെയ്ഡുകൾ നടത്തും. രാത്രികാലങ്ങളിൽ ജില്ലയിലെ പ്രധാന പാതകളിൽ എക്സൈസ് ഫോഴ്സിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും. മദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായ 1055 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കാം. പത്തനംതിട്ട നഗരസഭയുടെ ഹാജി സി മീര സാഹിബ് സ്മാരക ബസ് സ്റ്റാൻഡ് യാർഡ് ആദ്യഘട്ടം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. വിപുലമായ ഡ്രെയിനേജ് സംവിധാനമാണ് യാർഡിനൊപ്പം തയ്യാറാക്കിയിരിക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡിന്റെ തറയിൽ നിന്ന് 1.10 മീറ്റർ ആഴത്തിൽ മണ്ണു നീക്കി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് GPS, വൈറ്റ് മിക്സ് എന്നിവ നിറച്ച് മുകളിൽ ഇന്റർലോക്ക് പാകി നവീകരിച്ച് 4 തട്ടുകളായാണ് യാർഡ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.